നമ്മൾ പണ്ട് ഒരു കഥ കേട്ടിട്ടുണ്ട്, ഒരു എലിയെ പിടിക്കണമെങ്കിൽ ഒരു ആപ്പിളും ഒരു ഓറഞ്ചും വെച്ച് കൊടുക്കുക. അപ്പൊ എലി വരും, നടുവിൽ വരും, കൺഫ്യൂസ്ഡ് ആയി ആപ്പിൾ തിന്നണോ ഓറഞ്ച് തിന്നണോ എന്നുള്ള കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ പോയി പിടിക്കാന്ന് പറയും. പക്ഷെ ഇവിടെ ബിസിനസ്സിൽ ഇതെങ്ങനെ പറയുന്നത് വെച്ചാല്, ഒരു കസ്റ്റമർ ഒരു സാധനം വാങ്ങിക്കാൻ വന്നിട്ടുണ്ട്, അവരുടെ ബഡ്ജറ്റ് അതിന്റെ ഉള്ളിലാണ്, അവർ വാങ്ങിക്കാൻ ഉറപ്പിച്ച മട്ടാണ്. അവിടെ നമുക്ക് വേറെ പ്രൊഡക്റ്റ് അവിടെ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ, കുറച്ച് എസ്പെഷ്യലി ഹൈ പ്രൈസ് പ്രൊഡക്റ്റ് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ വെരി ഹൈ ചാൻസ് ഉണ്ട് ഞാൻ ആലോചിച്ചിട്ട് വരാമെന്ന് പറയാം. കാരണം ഈ മോഹം ഇവിടെ നിന്ന് നമ്മൾ അവരോട് ഷിഫ്റ്റ് ചെയ്യിച്ചപ്പോൾ അത് വാങ്ങിക്കാനുള്ള ബഡ്ജറ്റ് അവിടെ ഇല്ലെങ്കിൽ കസ്റ്റമർക്ക് ഇപ്പൊ ഇത് വാങ്ങണം, കയ്യിൽ ഇത്രേ പൈസ ഉള്ളൂ, അല്ലെങ്കിൽ ബഡ്ജറ്റ് ഇത്രയേ ഉള്ളൂ, എന്റെ ബഡ്ജറ്റ് ഇത്രയേ ഉള്ളൂ, പക്ഷെ ഇത് വേണം. ഇത് നമുക്ക് കൊടുക്കാൻ പറ്റാതെ വരുമ്പോൾ ആള് വേറെ സ്ഥലത്ത് പോയിട്ട് ചിലപ്പോൾ സെക്കൻഡ് ഹാൻഡ് ആയിരിക്കും. ഇനിയിപ്പോ എങ്ങനെ അത് വാങ്ങിക്കാം, ഇതിപ്പോ ഞാൻ ഇവനിതൊക്കെ പറഞ്ഞല്ലേ സംഭവിക്കുന്നു. അപ്സെല്ലിംഗിൽ ഏറ്റവും കൂടുതലായിട്ട് ഇത് കസ്റ്റമറിന്റെ ബോഡി ലാംഗ്വേജ്, കണ്ണൊക്കെ ചില മനസ്സിലാവും ഇവന് തീരുമാനം എടുത്തോ ഇല്ല എന്നുള്ള ചില വാക്കുകൾ. ഇത് പഠിക്കാതെ ഒരു സെയിൽസ്മാനെയും ഷോപ്പിനകത്തൊക്കെ കേട്ടിട്ടുണ്ട്. കാരണം അവൻ നമ്മുടെ കസ്റ്റമേഴ്സിനെ നശിപ്പിക്കാം. ഇത് റെഡി ആയി ഇങ്ങോട്ട് എടുക്കുക പറഞ്ഞാൽ പോലും എടുത്തു കൊടുക്കാത്ത ആളുകളാണ് ചില സെയിൽസ്മാൻമാരൊക്കെ. അപ്പൊ അവിടെ സൂക്ഷിക്കേണ്ടത് ഇത് തന്നെയാണ്. ഇതുപോലെ കൺഫ്യൂസ് ആക്കാതിരിക്കുക, ഓവറായിട്ട് നമ്മൾ പഠിപ്പിക്കാതിരിക്കുക, അവർക്ക് പഠിഞ്ഞതിനേക്കാൾ കൂടുതൽ ഓവറായിട്ട് പഠിപ്പിക്കാതിരിക്കുക. ഇങ്ങനെ ഓവറായിട്ടൊക്കെ പഠിപ്പിക്കുമ്പോഴാണ് നേരത്തെ പറഞ്ഞ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ ആവശ്യം കൂടി ഉണ്ടല്ലോ, അപ്പൊ അതിനൊരു 1000 രൂപ കുറവുണ്ട്, ഒരു 1000 രൂപ കൂടെ ഉണ്ടാക്കിയിട്ട് വരാം എന്ന് വിചാരിക്കും. പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരില്ല. ഡോറിന് പുറത്തേക്ക് ഇറങ്ങിയാൽ ഒരു പ്രതീക്ഷയും വേണ്ട, തിരിച്ച് വന്നാൽ വന്നു. നമ്മൾ ഡോറിന് പുറത്തേക്ക് പോകുന്നത് വരെ അദ്ദേഹത്തിന്റെ കൺട്രോൾ നമുക്ക്. ചിലപ്പോൾ നമ്മൾ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ഇതേ സാധനം ചിലപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ വില കൊടുത്തിട്ടും, ഇവിടെ പ്രശ്നങ്ങൾ വരണ്ട് ഇതിന് മുമ്പിൽ സംസാരിച്ചല്ലേ എന്നുള്ളത്, ഇതിനേക്കാൾ വില കൊടുത്തിട്ട് അവർ വാങ്ങിച്ചു പോയിരുന്നത് ഒക്കെ നമ്മുടെ ഈ വലിയ അനുഭവങ്ങളിൽ ഉള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഘട്ടം, ഇത്തരത്തിലുള്ള ചലഞ്ചസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല മാർഗം എന്താണെന്നറിയോ? ഒബ്വിയസ്ലി നമ്മൾ നല്ലൊരു ലിസണർ ആയിരിക്കണം. കാരണം കസ്റ്റമർ കേൾക്കാൻ നമ്മൾ തയ്യാറാണ്, എന്താണ് അവരുടെ നീഡ്. ഈ ലിസണർ ആവുന്നതിനോടൊപ്പം തന്നെ നമ്മൾ നല്ല നല്ല ചോദ്യങ്ങൾ ചോദിക്കണം. സൊല്യൂഷൻസ് കൊടുക്കുന്നതിന് മുമ്പ് നല്ല നല്ല ചോദ്യങ്ങൾ ചോദിച്ച് ഞങ്ങൾ മനസ്സിലാക്കിയത്, നിങ്ങളുടെ റിക്വയർമെന്റ് ഞങ്ങൾ മനസ്സിലാക്കിയത് ശരിയാണെന്നുള്ളത് ഉറപ്പുവരുത്തിയിട്ട് നമ്മളൊരു സാധനം അവർക്ക് അഡ്വൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അതിലോട്ട് അവരുടെ ഫോക്കസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ ഈ ടോക്കിൽ ഉദ്ദേശിക്കുന്ന ഒരു പ്രധാന കാര്യമുണ്ട് രാജ്. ഇതിൽ നമ്മൾ ഇങ്ങനെയാണ് അവതരിപ്പിക്കുന്നുണ്ടെങ്കിലും ഇതെങ്ങനെ ഒരു സെയിൽസ്മാനെ നമുക്ക് ഇങ്ങനെയൊക്കെ ട്രെയിൻ ചെയ്യാം എന്ന് കൂടെ അതിൻ്റെ ഉള്ളിലുണ്ട്. നമ്മൾ അവതരിപ്പിക്കുന്ന വേറെ രീതിയിലാണ്. എങ്ങനെയൊക്കെ ഒരു സെയിൽസ്മാനെ നമുക്ക് ട്രെയിൻ ചെയ്യാം, അതിന്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ ഈ വിഷയം എടുത്ത് സംസാരിക്കുന്നത്. ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് പറയാണ്. അപ്പൊ ഇവിടെ ഇതുപോലെ കസ്റ്റമേഴ്സിനെ അറിയാനും മനസ്സിലാക്കാനും ബോഡി ലാംഗ്വേജ് പഠിക്കാനും നമുക്കിതൊരു വൈഡ് വിഷയമാണ്. കസ്റ്റമേഴ്സിന്റെ ബോഡി ലാംഗ്വേജും പലതും പഠിക്കൽ, നമുക്ക് അതിലേക്ക് ഡെപ്തിലേക്ക് ഇറങ്ങാം അല്ലേ? ഡെപ്തിലോട്ട് ഇറങ്ങാം. ഓക്കെ, നമുക്ക് അങ്ങനെയാണെങ്കിൽ ഒരു കസ്റ്റമർ ഇത് എടുക്കാൻ റെഡി ആയിരുന്നതിൽ ബോഡി ലാംഗ്വേജ് ഏതൊക്കെ കാര്യങ്ങളെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. കസ്റ്റമർ ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന സമയത്ത്, നമ്മൾ ചോദിക്കുന്ന സമയത്ത്, നമ്മൾ ചോദിക്കുന്ന സെൻസിബിൾ ചോദ്യമാണെങ്കിൽ, കസ്റ്റമർക്ക് സമയമുണ്ടെങ്കിൽ കസ്റ്റമർ അത് കേൾക്കാൻ തയ്യാറാവും. കേൾക്കാൻ തയ്യാറല്ലെങ്കിൽ അവിടെ സംതിങ് റോങ് ഈസ് ഹാപ്പനിങ്. ചിലപ്പോൾ അയാൾ ധൃതിയിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അയാൾക്ക് സെൻസ് ഉണ്ടാക്കുന്നില്ല, അയാൾക്ക് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ അയാൾ തെറ്റിദ്ധരിക്കുന്നു നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇതൊന്നും റെലവെന്റ് അല്ല. ബോഡി ലാംഗ്വേജ് നമുക്ക് മനസ്സിലാവും. അയാളുടെ റെസ്പോൺസിൽ നിന്ന്. ചില ആളുകളുണ്ടല്ലോ കയ്യിലൊന്നും ഉണ്ടാവില്ല, കയറി വന്നിട്ടുണ്ടാവും, അതെടുക്ക് ഇതെടുക്ക്, ഒരുപാട് സാധനങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യിച്ചിട്ട് ലാസ്റ്റ് കയ്യിലുണ്ടെങ്കിൽ അല്ലല്ലോ പർച്ചേസ് ചെയ്യുള്ളൂ. ഇനി നമ്മൾ എന്ത് കാണിച്ചു കൊടുത്തിട്ടോ പഠിപ്പിച്ചു കൊടുത്തിട്ടോ കാര്യമില്ല. ഇങ്ങനെയുള്ള ആളുകളെ മനസ്സിലാക്കാൻ എന്തെങ്കിലും ടെക്നിക്സ് ഉണ്ട്? നമുക്ക് നമ്മുടെ കോമൺ പാറ്റേൺ എന്ന് പറയുന്നത്, ഒരു 100 കസ്റ്റമേഴ്സ് വരുന്നുണ്ടെങ്കിൽ ഒരു 20% ആളുകൾ വാങ്ങിക്കില്ല. ഉദാഹരണം, മോൾസിലൊക്കെ പോയി കഴിഞ്ഞാൽ, നമ്മളൊക്കെ പോകുന്നുണ്ട് മോൾസിൽ, എത്ര പ്രാവശ്യം വാങ്ങിക്കാറില്ല. പലപ്പോഴും നമ്മൾ അത് അവിടുത്തെ ഒരു എൻവയോൺമെന്റ് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു കാറ്റഗറി ഉണ്ട്. ആ 20% നമ്മൾ എന്ത് ചെയ്താലും അവർ വാങ്ങിക്കില്ല. അതെ, മനസ്സിലായില്ലേ? അടുത്തൊരു കാറ്റഗറി എന്ന് പറയുന്നത് മറ്റൊരു 20%. ഇവര് ഈ അറ്റത്ത് വാങ്ങിക്കില്ല. ഈ അറ്റത്തെ 20% ആളുകള് നമ്മളിങ്ങനെ ഒരു പ്രൊഡക്റ്റ് വെച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർ വന്ന് വാങ്ങിക്കുന്ന കൂട്ടരാണ് അവര്. അവർക്ക് കൂടുതൽ അവർ നമ്മുടെ അഡ്വക്കേറ്റ്സ് ആണ്. പ്രൊഡക്റ്റ് നല്ലതാണ്, നമ്മൾ ഇഷ്ടപ്പെട്ടുന്നുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് മാർക്കറ്റിങ്ങോ പുഷോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അവര് നീഡുള്ള ആളുകളാണ്. നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സ് ആണ്. ആയിരിക്കാം, അല്ലായിരിക്കാം, പക്ഷെ അവർക്ക് നീഡുണ്ട്. ഈ നീഡുള്ള ആളുകൾക്ക് നിങ്ങൾ അധികം പുഷ് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ ഒരു 5 ഫാക്ടേഴ്സ് വരുന്നുണ്ട്. നമ്മൾ പഠിപ്പിച്ചാണ് എംപ്റ്റി നട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെർമിനോളജി. ഓക്കെ, എംപ്റ്റി നെറ്റിലോട്ട് വരാം. അപ്പൊ നമ്മൾ ഈ നീഡ് ഉണ്ടെങ്കിൽ അവർ വാങ്ങിക്കും. അടുത്ത നമ്മൾ പറയുന്ന ഒരു 60% ഉണ്ട്. ഈ 60% എന്ന് പറയുന്നത് പലപ്പോഴും 3, 4, 5 പ്രാവശ്യം നമ്മളോട്
എൻകൗണ്ടർ ചെയ്ത് കാര്യങ്ങൾ ചോദിച്ച് നമ്മൾ ട്രസ്റ്റ് വർത്തിയാണ്, നമ്മൾ വിൽക്കുന്ന സാധനം ട്രസ്റ്റ് വർത്തിയാണ്, കുറേ ടെസ്റ്റിമോണിയൽസ് ഒക്കെ കാണിക്കാനുണ്ട്, ആഫ്റ്റർ സെയിൽ സർവീസ് ട്രസ്റ്റ് വർത്തിയാണ്, അതായത് ഇവരെ വിശ്വസിക്കാൻ എനിക്ക് റിലയബിൾ ആണ് ഇവരെ എന്ന് തോന്നി, ഇവരുടെ പ്രൈസ് എന്നെ ചൂഷണം ചെയ്യുന്നില്ല, ഇതെല്ലാം തിരിച്ചറിഞ്ഞ് കണ്ടിട്ട് വന്ന് വാങ്ങുന്ന ആളുകളാണ്. ഇവരെയാണ് റീറ്റെയിൻഡ് കസ്റ്റമേഴ്സ് എന്നുള്ള കാരണത്തിലൂടെ നമ്മൾ 60% ശരിക്കും ഒരു സെയിൽസ്മാൻ ഉള്ള വർക്ക്. എക്സാക്ട്ലി, അത് നമ്മൾ മാർക്കറ്റിംഗ് ആണെങ്കിലും സെയിൽസ് ആണെങ്കിലും ഈ 60%നെയാണ് അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഈ 60%, അതായത് 20% ഓട്ടോമാറ്റിക് വാങ്ങുന്നത് വരും. ഇപ്പൊ 20-ൽ നിന്ന് ഇങ്ങനെ കൂടി വരുന്നതിനനുസരിച്ചാണ് നമ്മുടെ സെയിൽസ്മാന്റെ കാപ്പബിലിറ്റി നമുക്ക് മനസ്സിലാവും അല്ലെ. 20-ൽ അത് 30 ആക്കുന്നു, അത് 40 ആക്കുന്നു, 50 ആക്കുന്നു, 60 ആക്കുന്നു, അതിനനുസരിച്ച് ഇവർക്ക് കഴിവുണ്ടെന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഇൻഡസ്ട്രി വൈസ് മാറുമെങ്കിലും പൊതുവെ പറയുകയാണെങ്കിൽ നിങ്ങളുടെ സെയിൽസ്മാൻ ഒരു 20% പ്രൊഡക്ടിവിറ്റിയെ കൊണ്ടുവരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ആ സെയിൽസ്മാന്റെ ആവശ്യം അവിടെ ഇല്ല എന്നുള്ളതാണ്. കാരണം ആ 20% ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വന്ന് വാങ്ങിക്കും. ബാക്കിയുള്ള ഈ 60% അവർ എത്രത്തോളം ഗ്രാബ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഗ്രോത്തിന് കാണിക്കുന്നത്.